ഇന്നത്തെ വിലയനുസരിച്ച് നിങ്ങൾക്ക് 1,15,00,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ നിയമപരമായി സൂക്ഷിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മളൊക്കെ കേരളീയരാണ്. എല്ലാവരുടെ വീട്ടിലും അത്യാവശ്യം ഗോൾഡൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? എങ്ങാനും ഒരു ഇൻകം ടാക്സ് റെയ്ഡ് വന്നാൽ നമ്മുടെ വീട്ടിലെ സ്വർണം മുഴുവൻ പിടിച്ചെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ? ഒരിക്കലും ഇല്ല. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് അതായത് CBDTക്ക് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട് നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കാവുന്ന സ്വർണം എത്ര എന്നുള്ളതിനെ കുറിച്ച്. അറിയാമോ? നമുക്ക് നോക്കാം. വീട്ടിലെ എത്ര സ്വർണം സൂക്ഷിക്കാം എന്നുള്ളതിനെ പറ്റി CBDT ഒരു ഗൈഡ് ലൈൻ, ഒരു ഇൻസ്ട്രക്ഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ നമ്പർ 1916. ഈ ഗൈഡ് ലൈൻ പ്രകാരം കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് 500 ഗ്രാം വരെ സ്വർണം ജ്വല്ലറി ആയിട്ട് വീട്ടിൽ സൂക്ഷിക്കാം. കല്യാണം കഴിയാത്ത സ്ത്രീകൾക്ക് 250 ഗ്രാം വരെ സ്വർണം ജ്വല്ലറി രൂപത്തിൽ വീട്ടിൽ സൂക്ഷിക്കാം. ഇനി വീട്ടിലെ ഒരു ആണിന് 100 ഗ്രാം സ്വർണം വരെ ശരീരത്തിലോ വീട്ടിലോ സൂക്ഷിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. സാധാരണ ഒരു അച്ഛൻ, അമ്മ, ഒരു വിവാഹം കഴിയാത്ത മകള്, അത്രയും പേരുള്ള ഒരു കുടുംബത്തില് 850 ഗ്രാം വരെയുള്ള സ്വർണ്ണാഭരണങ്ങൾ അത് ബില്ലില്ലാതെ ആണെങ്കിലും സൂക്ഷിക്കുന്നത് നിയമവിധേയമാണ്. അത് പിടിച്ചെടുക്കാനായിട്ട് ഇൻകം ടാക്സുകാർക്ക് അധികാരമില്ല. ഇത് ഗോൾഡ് ജ്വല്ലറി അതായത് സ്വർണ്ണ ആഭരണങ്ങൾക്ക് മാത്രമാണ്. ഇനി ഗോൾഡ് ബാറ്, ഗോൾഡ് കോയിന്, ഗോൾഡ് ബിസ്ക്കറ്റ് ഇതൊക്കെയാണെങ്കിൽ ട്രീറ്റ്മെന്റ് വേറെയാണേ. ഇതൊരു ലീഗൽ ഓണർഷിപ്പ് ലിമിറ്റ് അല്ല കേട്ടോ. ഇതിനേക്കാൾ കൂടുതൽ സ്വർണം സൂക്ഷിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇൻകം ടാക്സ് ചോദിച്ചാൽ അതിന്റെ സോഴ്സ്, അതായത് അതിന്റെ പർച്ചേസ് ബില്ല്, ഇത് ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി ആണോ, ഇത് ഗിഫ്റ്റ് കിട്ടിയതാണോ, ഇത് ഡിസ്ക്ലോസ്ഡ് ഇൻകം ആണോ, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതായത് സീസ് ചെയ്യാൻ പറ്റാത്ത ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധാരണ വീട്ടിലുള്ള ഒരു ടോട്ടൽ 850 ഗ്രാം സൂക്ഷിക്കാമെന്ന് പറഞ്ഞില്ലേ, അത് ഒരു ഓണർഷിപ്പ് ലിമിറ്റ് ആണ്. അപ്പൊ സ്വർണം വീട്ടിൽ സൂക്ഷിക്കുന്നത് ഇല്ലീഗൽ അല്ല, അൺഎക്സ്പ്ലെയിൻഡ് ഗോൾഡ് അതാണ് പ്രശ്നം. അപ്പോൾ വളരെ സിമ്പിളായി പറഞ്ഞാൽ സ്വർണം വീട്ടിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. നമ്മളതിന്റെ പ്രൊട്ടക്ഷൻ, അതിന്റെ സെക്യൂരിറ്റി എല്ലാം നോക്കുക, ഇതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം സേഫ് ആയി സൂക്ഷിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാം.